അപ്പോൾ കുടുംബശ്രീ ശാരദയുടെ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു ഭാനുമതിയമ്മ വന്നതായിട്ട് ശാരദാമ്മയ്ക്ക് തോന്നുന്നതായിട്ടും. പക്ഷേ യഥാർത്ഥത്തിൽ ഭാനുമതിയമ്മ വന്നിട്ടില്ലായിരുന്നു. മല്ലേശ്വരൻ കോയിലിൽ പോകണമെന്ന് അവർ പറഞ്ഞത് മാത്രം ശാരദാമ്മയ്ക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് മനസ്സിലായി. കാരണം സന്താനങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ സന്താന ഭാഗ്യം നിൽക്കത്തുള്ളൂ എന്നാണല്ലോ ഭാനുമതിയമ്മ പറഞ്ഞത്. അപ്പം ശാരദാമ്മ ചോറ് വിളമ്പി കൊടുത്തത് ഒന്നും സത്യമായിട്ട് നടന്ന കാര്യമല്ലെന്ന് മനസ്സിലായി. ഇപ്പുറത്താണെങ്കിൽ നമ്മൾ വിഷ്ണുവാണ് കാണിക്കുന്നത്. വിഷ്ണു ശാലിനിയുടെ പിറകെ ഓടിയതിനെക്കുറിച്ച് വിഷ്ണു ആലോചിക്കുന്നു. ശാലിനി അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അങ്ങനെ ശാലിനിക്ക് അതിൻ്റെ സങ്കടമുണ്ട്. കാരണം വിഷ്ണുവേട്ടൻ റോഡിൽ വന്ന് കൈ കുത്തിയിരുന്നതല്ലേ എൻ്റെ പിറകെ ഓടി വന്നെന്നുള്ള സങ്കടത്തിനകത്ത് ശാലിനി ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം തന്നെ ശാലിനിയുടെ കളക്ടർ ഓഫീസിനകത്ത് ശാലിനി നോക്കുമ്പോൾ ഇൻ്റർകോമിൽ കൂടെ നോക്കുമ്പോഴത്തേക്കും വിഷ്ണു കയറി വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഉടൻ തന്നെ തേജസ്വിനിയുടെ കൂടെ ആണല്ലോ ശാലിനി വന്നത്. അപ്പം തേജസ്വിനിയെ പിടിച്ച് കളക്ടർ സീറ്റിനകത്ത് ഇരുത്തിയിട്ട് പറയുന്നു, നീ എന്നെ സഹായിക്കണം വീണ്ടും എന്ന് പറയുന്നു. അപ്പം വിഷ്ണു ആരോടും പെർമിഷൻ ഒന്നും ചോദിക്കാതെ തന്നെ കളക്ടർ ഓഫീസ് തള്ളി തുറക്കുന്നു. അപ്പം കളക്ടറിൻ്റെ ക്യാബിനിലേക്ക് നോക്കുമ്പോഴത്തേക്കും റോളിംഗ് ചെയറിനകത്ത് തിരിഞ്ഞ് ഒരു ആൾ ഇരിക്കുന്നത് കാണുന്നു. അപ്പം വിഷ്ണു വിചാരിച്ചു അത് ശാലിനി തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ചു. പക്ഷേ അപ്പോഴാണ് തേജസ്വിനി ആ റോളിംഗ് ചെയർ തിരിച്ച് തേജസ്വിൻ്റെ മുഖം കാണുന്നത്. കണ്ടതും വിഷ്ണുവിന് വല്ലാണ്ടായിപ്പോയി. വീണ്ടും ഇവിടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടല്ലോ എന്നായിപ്പോയി. അപ്പം തേജസ്വിനി ഒരു ഫോൺ കോളിനകത്തുള്ള പോലെ ഡ്രാമ ചെയ്യുവാണ്. വിഷ്ണുവിനെ കണ്ടത് മെല്ലെ തേജസ്വിനി അവിടെ ടേബിളിനകത്തുണ്ടായിരുന്ന ശാലിനി വിഷ്ണു IAS എന്ന ബോർഡ് എടുത്ത് അങ്ങ് തിരിച്ചങ്ങ് വെച്ചു. വിഷ്ണുവിന് കാണാൻ പറ്റാത്ത രീതിക്കകത്ത് വെച്ചു. അപ്പം വിഷ്ണു എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, അല്ല മാഡം പ്രോഗ്രാമിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു താങ്ക്സ് പറയാൻ പറ്റില്ല. അപ്പം ഇന്ന് ഈ വഴി ഒന്ന് വന്നപ്പോഴത്തേക്കും ഒന്ന് കയറി കണ്ട് നേരിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. എന്നാൽ ഇരിക്കുമെന്ന് പറയുന്നു. അല്ല എനിക്ക് പോയിട്ട് തിരക്കുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് ശാലിനി ഒരു ഭാഗത്തേക്ക് അതേ ക്യാബിൻ്റെ തന്നെ ഒരു മുറിയുടെ ഒരു ഭാഗത്ത് മറഞ്ഞു നിൽക്കുവാണ് വിഷ്ണുവിനെ കാണാതെ. പക്ഷേ വിഷ്ണുവിൻ്റെ കണ്ണുകൾ അവിടെ തന്നെയാണ് തിരക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് വിഷ്ണു അവിടെ നിന്ന് വീണ്ടും സങ്കടത്തിൽ തന്നെ ഇറങ്ങുവാണ്. അങ്ങനെ വിഷ്ണുവിൻ്റെ ജീപ്പ് വിട്ട് വരുമ്പോഴാണ് കമലൻ എന്ത് ചെയ്യുന്നത്, അവിടെ റോഡിനകത്ത് ഈ കള്ളൊക്കെ കുടിച്ച് നല്ല ഫിറ്റായിട്ട് അവിടെ നിൽക്കുന്ന കാണുന്നത്. അപ്പം എല്ലാ വണ്ടികളെയും തടഞ്ഞു നിർത്തി ലിഫ്റ്റ് വയ്ക്കുന്നുണ്ട്. അപ്പം വിഷ്ണു ആശാനെ കണ്ടപ്പോഴത്തേക്കും ലിഫ്റ്റ് കൊടുത്ത് വിഷ്ണുവിൻ്റെ ജീപ്പിനകത്ത് കയറി. അപ്പോഴത്തേക്കും വിഷ്ണു ഈ കാര്യങ്ങളെല്ലാം തന്നെ കമലൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സങ്കടം പറയുന്നുണ്ട്. ഏട്ടത്തിയമ്മ വന്നെന്ന് ആശാൻ ഇത്ര ഉറപ്പാണെന്നുണ്ടെങ്കിൽ പിന്നെ ഏട്ടത്തിയമ്മ വേണ്ടേ അവിടെ കാണാൻ? ഇവിടെ ഇപ്പം കളക്ടർ ഓഫീസിൽ ചെന്നപ്പോഴും തേജസ്വിനിയല്ലേ കണ്ടത്. അപ്പോൾ അവരായിരിക്കും കളക്ടർ, ഏട്ടത്തിയമ്മ ആവത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം അല്ലടാ എൻ്റെ മനസ്സ് അയാൾ എൻ്റെ അടുത്തുള്ളപ്പം നന്നായിട്ട് ആത്മാർത്ഥത്തോടെ സ്നേഹിക്കുന്നവരെ പോലെ അവർക്ക് മാത്രം അറിയുന്ന ഒരു അനുഭവമാണ്. നെഞ്ച് കിടന്ന് എനിക്ക് പിടയ്ക്കും. അവൾ എൻ്റെ അരികിലുണ്ടെങ്കിൽ മാത്രമേ അതെനിക്ക് നടക്കത്തുള്ളൂ. അപ്പം അവൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് എനിക്കങ്ങനെ തോന്നുന്നത്. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്ന് വിഷ്ണു കമലനോട് പറയും. അതിന് ആശാൻ ഇപ്പോൾ ഒരു വഴിയുണ്ട്. ഏട്ടത്തിയമ്മ ഇവിടെ വന്നിട്ടുണ്ടോയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നേരെ അങ്ങ് കുടുംബശ്രീയിലേക്ക് പോയാൽ പോരെ. അപ്പം പിന്നെ ശാരദാമ്മയുടെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏട്ടത്തിയമ്മയുടെ കൈയോടെ പൊക്കാമല്ലോ എന്ന് പറഞ്ഞപ്പം നീ പറഞ്ഞ ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ബുദ്ധി വിഷ്ണുവിന് തോന്നി. അങ്ങനെ വിഷ്ണു എന്ത് ചെയ്തു, ജീപ്പ് എടുത്തിട്ട് നേരെ ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം വിഷ്ണു റണ്ണിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുമ്പം തന്നെ പക്ഷേ ഇതൊന്നും അറിയാതെ ഈ കമലൻ പൊട്ടൻ എന്ത് ചെയ്യുക, ശാന്തയെ വിളിക്കണം. അതായത് കുടുംബശ്രീയിൽ ജോലി ചെയ്യുന്ന ആ ഒരു ലേഡി ഉണ്ടല്ലോ ശാന്ത, അവരെ വിളിക്കുവാണ്. ഹലോ ശാന്തയല്ലേ, ഞാനേ ആശാൻ്റെ സുഹൃത്താണ്. അപ്പം നിനക്ക് എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? ഞാൻ കമലൻ. അപ്പം ഏത് കമലൻ എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ ആശാൻ്റെ കൂടെ വന്നിട്ടില്ല. പണ്ട് ഞാൻ ഏട്ടത്തിയമ്മയെ ആശാൻ പ്രേമിക്കുമ്പോൾ നിങ്ങളുടെ അവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു ഉപകാരത്തിന് ഈ നമ്പറിൻ്റെ കൈ ഇരിക്കട്ടെ എന്ന് വന്നിട്ട് എടുത്ത് വെച്ചതാണ്. ഇപ്പം കണ്ടോ ഉപകാരപ്പെട്ടില്ലേ എന്നൊക്കെ അവൻ കള്ള് കുടിച്ചിട്ട് കിടന്നിട്ട് അങ്ങനെ ഡയലോഗ് അടിക്കുക. അപ്പം ശാന്തയാണെങ്കിൽ ഇവനെന്തിനാ എന്നെ വിളിച്ചതെന്നുള്ള ഇതിനകത്ത് പരിഭ്രമത്തിനകത്ത് നിൽക്കുവാണ്. അപ്പം ചോദിക്കുന്നത്, ഏട്ടത്തി അമ്മ വന്നിട്ടുണ്ടല്ലേ. ഇത് കേട്ടതും ശാന്ത ഷോക്കാണ്. അയ്യോ അറിഞ്ഞു പോയോ എന്ന് ഒരു ഡൗട്ടിനകത്ത് ശാന്ത നിൽക്കുകയാണ്. അപ്പം ഇല്ലല്ലോ എന്നൊക്കെ ശാന്ത കള്ളത്തരം പറയാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് വിഷ്ണു അവിടെ എത്തിച്ചേരുന്നതിന് മുന്നേ തന്നെ ഈ കമലൻ പറയുന്നത് കൊണ്ട് ഈ ശാന്ത ശാലിനിയോട് പറയും ഇവിടെ വിഷ്ണു വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് ശാലിനി വീണ്ടും ഒളിഞ്ഞിരിക്കാനാണ് സാധ്യതയുള്ളത്. ഈ ഡയറക്ടർ എന്നാണ് ഇനി ഇവർ രണ്ടുപേരെയും തമ്മിൽ കണ്ടുമുട്ടിപ്പിക്കുക എന്ന് നമുക്ക് അറിയത്തില്ല. ചിലപ്പം ഒരു സാധയ്ക്ക് വിഷ്ണു ചിലപ്പോൾ ശാലിനിയുടെ മോളെ കണ്ടാലും വകയുണ്ടാകും. അപ്പം അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ചിലപ്പം ഒരു തെറ്റിദ്ധാരണയിലേക്ക് പോകാം, അല്ലെങ്കിൽ അത് നേരെയുള്ള രീതിക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയാകും. എന്നാ അറിയത്തില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പം ഇന്നത്തെ റിവ്യൂ ഇതാണ്. താങ്ക് യു.